ഹലോ ഗായ്സ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമ്മൾ തിരികെ വാർഗോഡിൻ്റെ റൂം മാച്ചുമായിട്ടുണ്ട് തിരിക്കുന്നത്. വൈകണ്ടി മാപ്പാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ MYT ടീമിലെ ഫെലോ ഓഫ് ഷാരു റൗഡി കയറി വരുന്നുണ്ട്. PX ടീമിന് വേണ്ടി ഡ്യൂട്ട്സ് കോച്ച് അവിടെ കയറി വരുന്നുണ്ട്. BHWKക്ക് വേണ്ടി പാബ്ലോ നിയോൺ ആൻഡ് നാർക്കോ കയറി വരുന്നുണ്ട്. ഡെഡ്ലി ജോക്കർ ടോക്കിയോ 6H പ്രൈസ് അവിടെ കയറി വരുന്നുണ്ട്. അപ്പൂസ് വൈറ്റി LSD തോർ LSD അവിടെ കയറി വരുന്നുണ്ട്. ബ്രൂട്ടലിന് വേണ്ടി റെഡ് റോഗ് ആൻഡ് ഫ്ലെയിം കയറി വരുന്നുണ്ട്. ZRM ടീമിന് വേണ്ടി ക്യാപ്റ്റൻ മോഹു ആൻഡ് റീപ്പ് അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. LXന് വേണ്ടി ARL മേനിയാക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതേമാതിരി തന്നെ ക്രേസി ക്രിപ്റ്റോ, ക്രേസി ഏരീസ്, ക്രേസി സൈക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ബ്ലൈൻഡ് ടീമിന് വേണ്ടി വില്യം സീനിയർ OP ഇവോസ് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DCക്ക് വേണ്ടി നിക്സൺ OP. അതേപോലെ തന്നെ വാർഗോഡിന് വേണ്ടി ലെവൻഡർ കിൽറാറ്റ് ആൻഡ് വാർഗോഡ് സാംസൺ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ റൂം ലൈവ് പോയിട്ടുണ്ട്. അപ്പം ഉടൻ തന്നെ നമ്മുടെ ഗായ്സിന് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്തിട്ട് വരാം. അപ്പോൾ 35 മെമ്പേഴ്സ് അവിടെ കയറി വന്നിരിക്കുകയാണ്. 35 മെമ്പേഴ്സ്, ബാക്കിയുള്ള മെമ്പേഴ്സ് ഉടൻ തന്നെ കയറുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാനിത് ഇപ്പോൾ വരാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മുടെ AKPGA അണ്ടറിലുള്ള നമ്മുടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടിയ നമ്മുടെ KPL സീസൺ 3 AKPGA രജിസ്റ്റേർഡ് പ്ലാൻസിന് ഫ്രീ എൻട്രിയാണ് പെർ സ്ക്വാഡിന്. അഥവാ അഡീഷണൽ സ്ക്വാഡ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് 200 രൂപ പെർ സ്ക്വാഡ്, അല്ലെങ്കിൽ നോൺ AKPGA രജിസ്റ്റേർഡ് പ്ലാൻസ് ആണെങ്കിൽ 400 പെർ സ്ക്വാഡ്. അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ www.akef.in/KPL നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്ന് സെറ്റായിക്കൊള്ളുക. രജിസ്റ്റർ ചെയ്യാനായിട്ട് KPL സീസൺ 3 നിങ്ങൾക്കായി ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പോയി കയറി രജിസ്റ്റർ ചെയ്യാനുള്ള പ്ലാൻസ് എല്ലാം. അപ്പോൾ നമ്മളുടെ തുരുതുര മെമ്പേഴ്സ് കയറിക്കൊണ്ടിരിക്കുന്നത് 43 പേര് എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ റൂമിൽ. ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാം കയറി വന്നുകൊണ്ടിരിക്കുന്നു. ഗായ്സ്, ബാക്കിയുള്ളവരെല്ലാം നോക്കട്ടെ എന്തായി സ്ട്രീമിങ് എന്നൊക്കെ ഒന്ന് നോക്കട്ടെ. ക്യാപ്റ്റൻ പ്രൈസ് 6H വേണ്ടി അവിടെ സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട്. ഹലോ ക്യാപ്റ്റൻ പ്രൈസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ക്യാപ്റ്റൻ പ്രൈസ് എന്ത് കയറുന്നില്ല ഇന്ന്? ക്യാപ്റ്റൻ പ്രൈസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. 6H C പ്രൈസ് അത് തന്നെയല്ലേ ക്യാപ്റ്റൻ പ്രൈസ്? രണ്ടും ഒരാൾ തന്നെയല്ലേ? ഡെഡ്ലി ജോക്കർ ടോക്കിയോ 6H C പ്രൈസ്, 6H സ്ട്രാവ്സ് എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. രണ്ടും സെയിം ആൾ തന്നെയാണോ ഗൈസ്? 6H C പ്രൈസ് ആൻഡ് 6H ക്യാപ്റ്റൻ പ്രൈസ്. ആണോ ക്യാപ്റ്റൻ റിപ്ലൈ ഒന്നും തരുന്നില്ല. PXന് വേണ്ടി PX ഡ്യൂട്ട്സ് കോച്ച് ആൻഡ് പങ്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ BHWക്ക് വേണ്ടി പാബ്ലോ നിയോൺ ആൻഡ് നാർക്കോ ആൻഡ് D3 എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് അവിടെ കയറി വന്നിട്ടുണ്ട്. റെയിൻ GC, കില്ലോ GC ആൻഡ് മാഡ് മാക്സ്, ഹോഗ് റൈഡർ എല്ലാം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അത് ഡെഡ്ലി ജോക്കർ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. നമ്മുടെ ടോക്കിയോ എത്തിയിട്ടുണ്ട്. ടോക്കിയോയുടെ ഫാൻ ബേസ് ഒരു അപാരം തന്നെ ആയിരുന്നു. ടോക്കിയോയ്ക്ക് വേണ്ടി സപ്പോർട്ടുമായിട്ട് 6Hലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. ഡെഡ്ലി ജോക്കർ, ടോക്കിയോ, 6H C പ്രൈസ്, 6H ഷാവ്സ് ആണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. LSD ടീമിന് വേണ്ടി അപ്പൂസ് വൈറ്റി തോർ LSD ഇല്ല, LSD റേജ് LSDയിലെ ലീ എത്തിയിട്ടുണ്ട്. അപ്പം ഈ നാല് മെമ്പേഴ്സാണ് LSDക്ക് വേണ്ടി ഇറങ്ങുന്നത്. ബ്രൂട്ടൽ ടീമിന് വേണ്ടി റെഡ് റോഗ് റൈസ്, നമ്മുടെ ബ്രൂട്ടൽ റൈസൺ ആൻഡ് ബ്രൂട്ടൽ ഫ്ലെയിം അവിടെ കയറി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത്ലീറ്റ് നമ്പർ 9 G10 ട്രാക്കർ റാഗ്നാർ കയറി വന്നിട്ടുണ്ട്. KF ടീമിന് വേണ്ടി KF പ്രഡേറ്റർ ഫാൽക്കൺ ആൻഡ് കുപ്പി കയറിയിട്ടുണ്ട്. ZRM ടീമിന് വേണ്ടി ZRM ക്യാപ്റ്റൻ, ZRM റീപ്പ്, മോഹു ആൻഡ് സോറോ കയറി വരുന്നത്. LX ടീമിന് വേണ്ടി ARL മേനിയാക്ക്, ഹൂളിഗൻ എല്ലാം കയറിയിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് 74 മെമ്പേഴ്സ് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ റൂം ടീം INDക്ക് വേണ്ടി മൂഡ് ഷെൻസി ആൻഡ് ജാമർ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ക്രേസി ക്രിപ്റ്റോ, ക്രേസി ഏരീസ് ആൻഡ് ക്രേസി സൈക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. കേരള വാമോസൂറ്റി ഇവിടെ കയറി വരുന്നുണ്ട്. കേരള ടീം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. KWH ക്രോണോസ്, റെഡ് ഹുഡ്, ചാൻ ആൻഡ് മോട്ടലോടെ
കയറി ഇരിപ്പുറപ്പിച്ചിട്ടുണ്ട്. അപ്പം ബ്ലൈൻഡ് വില്യംസ്, പ്രൈനിയറോക്സ്, പീവേഴ്സ് മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു. ബ്ലൈൻഡിലെ ഒരു മെമ്പറിനെ ഇപ്പോൾ കയറി വരാനുണ്ട്. അപ്പോൾ ലിങ്ക്സ് കയറി വന്നിട്ടുണ്ട്. DR ടീം ഖസിക്സ് കയറിയിട്ടുണ്ട്. സ്കൂബി ആൻഡ് പാർക്കർ കയറി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആഷസ് ടീമിന് വേണ്ടി ഫിയർ FTW ആൻഡ് ക്രേറ്റോസ് മെട്രിക്സ് എല്ലാം കയറി വന്നിട്ടുണ്ട്. ഫിസിക്, ഗൊഗീത്ത, സ്കൾ, നിക്സൺ OP എല്ലാം കയറിയിട്ടുണ്ട്. നമ്മുടെ നിക്സൺ OP പൊളിക്കളിയാന്ന് തോന്നുന്നു കണ്ടിട്ട്. വാർഗോഡ് ടീമിലെ മെമ്പേഴ്സായിട്ട് വാർഗോഡ് സാംസൺ, ET മിയാദ് ആൻഡ് കിൽറാറ്റ് ആൻഡ് വാർഗോഡ് ലവൻഡറാണ് വാർഗോഡ് ടീമിന് വേണ്ടി കളിക്കാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ 82 മെമ്പേഴ്സ് അവിടെ ചോദിച്ചിട്ടുണ്ട്. G10 വേണ്ടി ഷെൽബിയുടെ അവിടെ കയറി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബ്രൂട്ടൽ ടീമിന് വേണ്ടി ബ്രൂട്ടൽ വൂൾഫ് അവിടെ കയറി വന്നിട്ടുണ്ട്. അബ്സോർബർ PX അവിടെ കയറി വന്നിട്ടുണ്ട്. സ്ലോട്ട് നമ്പർ 1 വേക്കൻ്റാണ്. MYT ടീമിലെ ഒരു മെമ്പർ ഇപ്പോഴും കയറാനുണ്ട്. ബാക്കി മെമ്പേഴ്സ് എല്ലാം ഉടനടി കയറിയെന്ന് വിശ്വസിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എല്ലാവർക്കും വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെമ്പേഴ്സ് എല്ലാം കയറാനുണ്ട്. സ്ലോട്ട് നമ്പർ 13, 15 എല്ലാം കയറാനുണ്ട്. 2 മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റിനുള്ളിൽ തന്നെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും 6 ഏജിലെ മെമ്പേഴ്സിന് റിപ്ലൈ ഒന്നും കാണുന്നില്ല. ക്യാപ്റ്റൻ പ്രൈസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. 3 പേര് വാച്ചിങ് ഉണ്ട്. കാണുന്ന നിങ്ങൾ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ആക്റ്റീവായിട്ട് നമുക്കൊന്ന് കോൺവെർസേറ്റ് ചെയ്യാം. കാണാതെ പോയിട്ടുണ്ട്. PA ടീം അവിടെ സെറ്റായിട്ട് കയറിയിട്ടുണ്ട്. മിസ്റ്റർ ബീൻ, DFS, സുപ്രീം ടോമർ, പോക്കോ ആൻഡ് റബൽ അവിടെ കയറിയിട്ടുണ്ട്. WRT ഗെയിമിൽ WRT സ്പിന്നർ, ട്രൈമോസ്, ആഗ്മ, നല്ല രസമുള്ള പേരുകൾ. LX, ARL, മേനിയാക്, ക്രഷർ ആൻഡ് ഹോളിഗൻ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. KF ഒരു മെമ്പേഴ്സ്, KF കുപ്പി, പ്രഡേറ്റർ, ഫാൽക്കോൺ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പോൾ. KF ഇൻസൈൻ ആണെന്ന് തോന്നുന്നു കയറാനുള്ള. യെസ്, KF ഇൻസൈൻ എത്തിയിരിക്കുന്നു. 85 മെമ്പേഴ്സ് ജോയിൻ ചെയ്തതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇനി ഏതൊക്കെ ടീം മെമ്പേഴ്സാണ് വരാതെ? സ്ലോട്ട് നമ്പർ 13 മെമ്പേഴ്സ് എത്തിയിട്ടില്ല, 15 മെമ്പേഴ്സ് എത്തിയില്ല. അതേപോലെ തന്നെ ക്രേസിയുടെ ടീമിലെ ഒരു മെമ്പേഴ്സ് എത്തിയിട്ടില്ല. ആഷസ് ടീമിലെ ഒരു മെമ്പേഴ്സ് എത്തിയിട്ടില്ല. ആഷസ് മെമ്പർ എവിടെ? വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബ്ലൈൻഡ് വോൾഫ് ഇൻ സ്ലോട്ട് 1 എന്ന് പറയുന്നുണ്ട്. പ്ലീസ് എക്സിറ്റ്. അപ്പോൾ നമ്മുടെ മാച്ച് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങളോട് വീണ്ടും പറയാം, അപ്പോൾ നമ്മളെത്തിയിരിക്കുന്നു നമ്മുടെ മാച്ചിലേക്ക് കയറി. MYT ടീം അവിടെ സെറ്റായിട്ട് ഉണ്ട്. PX ടീമിലെ
മെമ്പേഴ്സ് എല്ലാം സെറ്റാണ്. VSWK സെറ്റാണ്. ഹോഗ് റൈഡറൊക്കെ അവിടെ സെറ്റാണ്. ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ്, 6 ഏജിലെ മെമ്പേഴ്സ് സെറ്റാണ്. LSD മെമ്പേഴ്സ് അവിടെ സെറ്റാണ്. ബ്രൂട്ടൽ ടീം മെമ്പേഴ്സ് അവിടെ സെറ്റാണ്. ഈഗിൾ വൈറ്റ് എടുത്തിട്ടുണ്ട്. ഹായ് ബ്രോ, ഹായ് ബോയ്, ഹായ് ഒറിജിൻ റിദാസ് എല്ലാം നിങ്ങൾക്കെല്ലാം വെൽക്കം. അപ്പോൾ G10 മെമ്പേഴ്സ് എല്ലാം സെറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്ലോട്ട് മെമ്പേഴ്സും സ്ലോട്ടിലെ ആൾക്കാരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഈഗിൾ ഗെയിമർ വൈറ്റ് അവിടെ എത്തിയിട്ടുണ്ട്. പൊളി എന്ന് പറയുന്നുണ്ട്. പൊളി വെൽക്കം ടു ദ സ്ട്രീം ബ്രോ. എന്തായാലും ഹായ്. അർജുൻ ഹരിദാസ് അവിടെ എത്തിയിട്ടുണ്ട്. ഹായ് അർജുൻ ഹരിദാസ്. എത്രയും നേരം എവിടെ ആയിരുന്നു? നിങ്ങളുടെ കമൻസിൻ്റെ ഒന്നും കാണാഞ്ഞിട്ടൊരു സുഖമില്ലായിരുന്നു. കമൻറ്റ് സെക്ഷൻ ഇല്ലാത്തതുകൊണ്ട്, കമൻറ്റ് സെക്ഷൻ ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും പറയാനില്ല. എന്താ ചെയ്യുക? അപ്പോൾ മെമ്പേഴ്സെല്ലാം അവിടെ ഒരു ജമ്പ് എടുത്തിട്ടുണ്ട്. DEC ടീം അവിടെ തൊട്ടടുത്ത് 2-3 പ്ലേയേഴ്സിൻ്റെ ഒപ്പം തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. DECയിലെ മെമ്പേഴ്സിനെ നോക്കാൻ DEC നിക്സൺ OP ആണ് അവിടെ ഫ്ലൈറ്റ് കണ്ടുകൊണ്ടിരുന്നത്. DEC നിക്സൺ OP ഒക്കെ അവിടെ ചാടിയിട്ടുണ്ട്. തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ DEC ടീമിൻ്റെ അടുത്ത് ടീം LSD ഉണ്ട്, ടീം PX ഉണ്ട്, DEC ഫിസിക്കിൻ്റെ അടുത്ത് തൊട്ടടുത്ത് ചാടിയേക്കുന്നത്. അപ്പോൾ 3 ടീമുകൾ ഓൾറെഡി അടുത്തടുത്തായിട്ട് ചാടിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് ഒപ്പം മണിയിൽ നടക്കാൻ DEC ഫിസിക്സ് കള്ളെല്ലാം അവിടെ ലൂട്ടിക്കൊണ്ടിരിക്കുന്നു. DEC ഗോഗീത നിക്സൺ OP അവിടെ ചാടിയിട്ടുണ്ട്. അതോടൊപ്പം ടീം LSDയിലെ മെമ്പേഴ്സ് PXുമായിട്ട് ഒപ്പം മണിയിൽ ഏറ്റുവിട്ടാണ്. അതോടൊപ്പം തന്നെ DEC ടീമുമായിട്ട് ഒപ്പം മണിയിൽ ഏറ്റുവിട്ടാണ്. അപ്പോൾ അവിടെ ആട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൂസ് വൈറ്റ് LSDക്ക് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ആരാണ് ഫയർ എടുക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും ചടനം പിന്നെ ഫയർ കിടക്കുന്നുണ്ട്. വൈപ്പർ ഒരു ഹായ്. ഈഗിൾ ഗെയിമിംഗ് വൈറ്റ് ഷുവർ, ഈഗിൾ ഗെയിമിംഗ് വൈറ്റിക്ക് സ്പെഷ്യൽ ഹായ്. അപ്പോൾ അപ്പൂസ് വൈറ്റ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. PXലെ മെമ്പേഴ്സ് കോച്ച് അവിടെ കയറി വരുന്നുണ്ട്. അബ്സോർവർ അവിടെ കയറി വരുന്നുണ്ട്. LSD റേജ് അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അബ്സോർവറിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതേമാതിരി അപ്പൂസ് വൈറ്റ് അവിടെ ഡൗൺ ചെയ്യാൻ അബ്സോർവറിനെ ഇൻസ്റ്റൻ്റായിട്ട് കില്ല് എടുത്തിട്ടുണ്ട്. DEC സ്കൽ അവിടെ തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ട്. എന്തായാലും ആ കില്ല് കൊടുത്തിട്ടുണ്ട്. സ്കോച്ച് PX അവിടെ ഡൗൺ ആയിട്ടുണ്ട്. LSDയിലെ ലീ അവിടെ എന്തായാലും സ്കോച്ച് PXനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. PXലെ 2 മെമ്പേഴ്സിനെ അവർക്ക് ആദ്യം തന്നെ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. ഡ്യൂഡ് ആൻഡ് പങ്ക് ഒരു സ്പോട്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു. DECയിലെ മെമ്പേഴ്സ് ഒരു സ്പോട്ടിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു. LSDക്ക് ഒരു മെമ്പറിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ PX ടീമിൻ്റെ 2 മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. DEC ടീം ആദ്യം തന്നെ ഫൈറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് G10ലെ മെമ്പേഴ്സ് G10 ട്രക്കറിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം സ്കോച്ചിനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിച്ചില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ലീ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ടീമിന് PXലെ മെമ്പേഴ്സ് താഴെ ഇറങ്ങുന്നതിനായിട്ട്. അപ്പോൾ ഈ ഗ്ലിച്ച് അവിടെ ഇതുവരെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് പോകുന്നവർ ഫ്ലൈറ്റ് എത്തിത്തീരുന്നവരെ അടിച്ചുകൊണ്ടിരിക്കുമെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് പോയിട്ടുണ്ട്. നമ്മുടെ സോൺ ഫോം ആയിട്ടുണ്ട്. എന്തായാലും LSD മെമ്പർ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ ആഷസ് മെട്രിക് ആൻഡ് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ആട്ടി അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതെവിടെയാണ് നടക്കുന്നതെന്നൊന്ന് ഓടിപ്പോയി നോക്കിയിട്ട് വരാം. ആഷസ് ആൻഡ് ഗ്രൗണ്ട് സീറോയുടെ ഫൈറ്റ് എവിടെ നടക്കുന്നത്? യെസ്, 23 അടുത്തേക്ക് പോകാം. 23ലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ 23 മെമ്പേഴ്സിൻ്റെ നമ്മുടെ ആഷസ് ക്രേറ്റോസ് അവിടെ ഓടി നടക്കുന്നതായിട്ട് കാണാൻ ചെയ്യുന്നത്. ഹോഗ് റൈഡർ അവിടെ ആഷസിലെ റിജാസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എവിടെ ഇപ്പം ഫൈറ്റൊക്കെ ഇവിടെ ഓക്കെ. ആഷസിൻ്റെ റിജാസിൻ്റെ കില്ല് നമ്മൾ കണ്ടു. അതുപോലെ ആഷസ് ഫിയർ FTW അവിടെ കയറി ചെല്ലുന്നുണ്ട് ഹോഗ് റൈഡറിൻ്റെ അടുത്തേക്ക്. ഹോഗ് റൈഡർ ഇപ്പോഴും ഒരു പൊസിഷനിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫിയർ എപ്പോഴും ഒരു പൊസിഷനിൽ വെയിറ്റ് ചെയ്യാൻ കയറി ചെന്ന് പുഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. DC ഗോഗീത അങ്ങനെ ഒരു മെമ്പറുണ്ട്. PX ടീം LSDയിലെ ലീനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കില്ലു ആൻഡ് റേഞ്ച് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ആഷസുമായിട്ട് എതിരെ കയറിക്കൊണ്ടിരിക്കുന്നു. ചേട്ടാ ബ്ലൈൻഡ് ഉണ്ടോ? യെസ് ബ്രോ, ബ്ലൈൻഡിലെ 3 മെമ്പേഴ്സിനെ കണ്ടായിരുന്നു. ബ്ലൈൻഡിലെ 4 മെമ്പേഴ്സും വന്ന് കയറുന്നിട്ടുണ്ട്. ബ്ലൈൻഡ് ടീം സെറ്റായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഈഗിൾ വൈറ്റി സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ സ്ട്രീമിൽ. അപ്പോൾ ഈഗിൾ വൈറ്റിക്ക് ബിഗ് ഷൗട്ട് ഔട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്ലൈൻഡ് ടീമിന് സപ്പോർട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ആഷസ് അവിടെ നിന്ന് പിന്നോട്ട് വരിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ZRM ടീമിനും ഫേവറായിട്ട് PA ടീമിനും ഫേവറായിട്ടാണ് നമ്മുടെ സോൺ ഇട്ടിരിക്കുന്നത്. ബ്ലൈൻഡൊക്കെ ഓൾറെഡി സോണിലാണ്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ബ്ലൈൻഡിനെ കാണാൻ എത്തിക്കുന്നവർ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ബ്ലൈൻഡൊക്കെ നിക്സൺ OP ഇവിടെ ഉണ്ട്. DECക്കിടെ നിക്സൺ OP ഇപ്പോഴും ഇവിടെ ഉണ്ട്. അപ്പം എപ്പോൾ വേണേലും PXലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റ്. LX ഹൂളിഗൺ ഇവിടെ ടോക്കിയോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. വീണ്ടും ടോക്കിയോ ഡൗൺ ആയിട്ടുണ്ട്. ടോക്കിയോ ആദ്യം തന്നെ ടീം നമ്പർ KWHൻ്റെ അടുത്താണ് അടുത്ത ഫൈറ്റ് നടക്കുന്നത്. ടീം നമ്പർ 18 അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. ടീം നമ്പർ 18ലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് അവർ തമ്മിൽ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. എന്താണ് ബ്രോ 6 ഏജ് എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ട് അർജുൻ ഹരിദാസ്. 6 ഏജ് എവിടെയാണെന്ന് നോക്കേണ്ടിയിരിക്കുന്നത് ബ്രോ. ആദ്യം ഈ ഫൈറ്റ് കേരള ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. ആഷസിനെതിരെ കേരള ടീം ഇവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. കേരള ഫൈറ്റ് വൈറ്റിയൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. എവിടെ റേഞ്ച് ഒക്കെ ആഷസിലെ മെമ്പേഴ്സിനെ ഡൗൺ ചെയ്യുന്നുണ്ടായിരുന്നു. ഗ്രൗണ്ട് സീറോനെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് MYT BSWKയിലെ നാർക്കോസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരള ടീം അവിടെ കയറി വരുമ്പോൾ ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഒരു കോമ്പൗണ്ടിൽ. അപ്പോൾ കേരള വിസാഡൊക്കെ കയറി പുഷ് 6 ഏജ് LXുമായിട്ടുള്ള ഫൈറ്റ് നടക്കുന്നുണ്ട്. 6 ഏജ് മൂവാത്ര റീജിയനിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. LX മേനിയാക്ക് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 6 ഏജ് ടോക്കിയോ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ 6 ഏജിൻ്റെ ഫൈറ്റ് കാണാനായിരുന്നു നമ്മൾ ചെന്നത്. എൻ്റെ സ്ട്രാഫ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ക്രഷറിന് നല്ല ഡാമേജ് കൊടുക്കുന്നുണ്ട്. ക്രഷർ 10 HP അവിടെ സ്ട്രാഫ്സിനെ ഡൗൺ ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കില്ല് ചെയ്യാൻ തോന്നുന്നു. ഡെഡ്ലി ജോക്കർ ആൻഡ് സി പ്രൈസ് അവിടെ കയറി ചെന്നുകൊണ്ട്
ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. LXലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് LX ഹൂളിഗൻ അവിടെ ഡെഡ്ലി ജോക്കറിനെയും ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ LXലെ മെമ്പേഴ്സ് ഒരു രക്ഷയില്ല കയറി ചെല്ലുന്ന LXലെ 6H പ്രൈസ് അവിടെ നിൽക്കുന്നുണ്ട്. 6H പ്രൈസിനെ കൂടെ സ്പോട്ട് ചെയ്തതോടുകൂടി LX നമ്മുടെ 6Hൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ചേട്ടാ PC-യിലാണോ സ്ട്രീം ചെയ്യുന്നത്? യെസ് ബ്രോ, PC-യിലാണ് ഞാൻ സ്ട്രീം ചെയ്യുന്നത്. ഈഗിൾ മിനിയാക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മിസ് ഫയർ ആയി പോയി. എന്തായാലും ബാക്കിൽ നിന്ന് ഹൂളിഗൻ എത്തിയിട്ടുണ്ട്. ഹൂളിഗനെ സ്പോട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. 6 പ്രൈസ് നല്ലൊരു ശ്രമമായിരുന്നു, പക്ഷേ LX ക്രഷർ അവിടെ ആ കില്ലും കൊണ്ട് പോയിട്ടുണ്ട്. എന്തായാലും അതോടൊപ്പം നോക്കുവാണെങ്കിൽ നമ്മുടെ കേരള സ്പൈറ്റ് വൈറ്റിയുടെ ഗ്രൗണ്ട്സിൻ്റെ ഫൈറ്റ്, കേരള ടീമിൻ്റെ ഫൈറ്റ് എന്തായാലും നോക്കാം. എന്തായാലും ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. സ്പൈറ്റ് വൈറ്റ് നേരെ കില്ലുവയുടെ അടുത്തേക്കാണ് കയറി ചെല്ലുന്നത്. ആദ്യം തന്നെ ഫയർ കൊടുക്കുമെന്ന് തോന്നുന്നു. കില്ലുവയുടെ അടുത്ത് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്പൈറ്റ് വൈറ്റ്. നോക്കട്ടെ എന്താ സീനും നോക്കട്ടെ. എന്തായാലും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്തെങ്കിൽ കില്ലുവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കില്ലുവിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട് എന്തായാലും സ്പൈറ്റ് വൈറ്റ്. അതോടൊപ്പം തന്നെ ബാക്കി മെമ്പേഴ്സ് കയറി സ്ലാമിങ് ചെയ്തിട്ടുണ്ട്. കേരള സ്പൈറ്റ് വൈറ്റിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഹോഗ് റൈഡർ ആൻഡ് കേരള സ്പൈറ്റ് വൈറ്റ് അവിടെ ഡൗൺ ആണ്. ഹോഗ് റൈഡർ ദൂരെ നിന്നുള്ളൊരു ഫയറിൽ എന്തായാലും മാഡ് മാക്സ് ആൻഡ് ഹോഗ് റൈഡർ അവിടെ കയറി വരുന്നു. കേരള വിസാഡ് അവിടെ നിന്ന് ഫയർ നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നു. ജാഗോപ്പിയുടെ അടുത്തേക്ക് മാഡ് മാക്സ് കയറിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ഫയർ കൊടുക്കുന്നു. ജാഗോപ്പിനെ ഓൾമോസ്റ്റ് ഡൗൺ ആക്കിയിട്ടുണ്ട്. കേരള മാമോസ് അവിടെ ഗ്രൗണ്ട് സീരീസിലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പോൾ ഓടി നടക്കുകയാണ്. വാമോസ് അവിടെ ഡൗൺ ആയിട്ടുണ്ട് കേരള ടീമിന് വേണ്ടി. വിസാഡ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. വാമോസിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. റേഞ്ചീസിക്ക് നല്ല ഡാമേജ് വിസാഡ് കൊടുത്തുകൊണ്ടിരിപ്പുണ്ട്. ജാഗോപ്പി അവിടെ ഹീലപ്പ് ആയിട്ടുണ്ട്. മാഡ് മാക്സ് ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. കേരള സ്പൈറ്റ് വെയിറ്റ് ഇപ്പോഴും ഡൗൺ ആണ്. ആഷസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ബ്രോ, ആഷസിന് ഇപ്പോൾ ഇവർ തീർത്തേ ഉള്ളൂ. ആഷസിനുമായിട്ടുള്ള ഫ്ലൈറ്റ് ഗ്രൗണ്ട് സീറോ എടുത്തായിരുന്നു, അവരിപ്പോൾ തീർത്തേ ഉള്ളൂ. G10 ഷെൽബി അവിടെ DC ഫിസിക്കിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ G10ലെ മെമ്പേഴ്സ് അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഹോഗ് റൈഡർ അവിടെ ഫയർ കൊടുക്കുന്നു. കേരള വിസാഡിനെതിരെ ഫയർ കൊടുക്കുന്നു. ജാഗോപ്പി അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പം രണ്ട് മെമ്പേഴ്സ് 1v1 സിറ്റുവേഷനിലാണ് ഇപ്പം തൽക്കാലം നിൽക്കുന്നത്. 2vs1 റേഞ്ചീസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. കേരള ജാഗോപ്പി ഹോഗ് റൈഡർ എപ്പോഴും കയറി ചെല്ലുന്നുണ്ട്. വിസാഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്പൈറ്റ് വൈറ്റി അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൈറ്റ് വൈറ്റി ഇപ്പോഴും അവിടെ ഡൗൺ ആയിട്ട് കിടക്കും. കേരള ജാഗോപ്പി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ജാഗോപ്പി കയറി സ്പൈറ്റ് വൈറ്റിനെ റിവൈവ് ചെയ്യുമോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും സ്പൈറ്റ് വൈറ്റിന് ഇൻസ്റ്റൻ്റായിട്ട് കിൽ കൺഫേം ചെയ്യാൻ ചാൻസ് ഞാനവിടെ കാണുന്നു. ഹോൾഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ കേരള ജാഗോപ്പി കയറി വരുന്നുണ്ട്. മാഡ് മാക്സ് അവിടെ ഫയർ കൊടുക്കാൻ ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് റിവൈവ് ചെയ്യാനൊക്കെ ശ്രമിച്ചായിരുന്നു. സ്പൈറ്റ് വൈറ്റിനെ കയറി പുഷ് ചെയ്ത് എന്തായാലും കേരള ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഗ്രൗണ്ട് സീറോ മെമ്പേഴ്സ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ആഷസ് എന്തായാലും ഫിനിഷ് ആയി ബ്രോ. ബാക്കി മെമ്പേഴ്സ് എല്ലാം ഒരു സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KWH ടീമാണ് അടുത്ത ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. KWH ആൻഡ് ടീം നമ്പർ 18 തമ്മിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 18ലെ മെമ്പേഴ്സ് INT ടീമാണെന്ന് തോന്നുന്നു. INTയിലെ മെമ്പേഴ്സ് തമ്മിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. G10 അവിടെ DC ഗോഗീതനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. മൂവാത്ര റീജിയനിൽ വീണ്ടും ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. നിക്സണോപ്പി മാത്രം ബാലൻസ് ഇപ്പോൾ ഉള്ളതെന്ന് തോന്നുന്നു DCക്ക് വേണ്ടി. ബാക്കി മെമ്പേഴ്സ് എല്ലാം ഡൗൺ ആയിട്ട് ഫിസിക്ക് ഡൗൺ ആണ്. ഫിസിക്ക് ഓൾമോസ്റ്റ് ലോ HP-ലാണ്. ഗോഗീതനെ അവിടെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബാക്കി കൂടെ ടീം നമ്പർ 9ലെ മെമ്പേഴ്സ് കയറി ഫൈറ്റ്. റെക്സ് ഫൈറ്റ് അവിടെ ഡൗൺ ആയിട്ടിരിക്കുന്നു. ഗോഗീതനെ അവിടെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ച് ഫിസിക്ക് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ G10ലെ മെമ്പേഴ്സ്. റക്കർ ആൻഡ് ഷെൽബി അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഫിസിക്കിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. റക്കർ ആൻഡ് ഷെൽബി ഫിസിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഫിസിക്ക് റക്കറിനെ സ്പോട്ട് ചെയ്തായിരുന്നു, പക്ഷേ ഫിസിക്കിനെ ഡൗൺ ചെയ്തു. എന്തായാലും G10 റക്കർ ഓൾ സപ്പോർട്ട് ദർ വിൽ ബി ഓക്കെ ബ്രോ, താങ്ക് യു ബ്രോ. അപ്പോൾ ഗീഗിൾ ഗെയിം വെയിറ്റ് നമുക്ക് സപ്പോർട്ടുമായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല സപ്പോർട്ടായിരുന്നു നമ്മുടെ G10ലെ ഫൈറ്റ് നടക്കുന്നത്. G10 ഷെൽവിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ട് ഗോഗീത വീണ്ടും അവിടെ ഡൗൺ ആയിട്ടുണ്ട്. നിക്സൺ അവിടെ ഒറ്റയ്ക്ക് വീഴ്ക്കുന്നു. ഗോഗീതനെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം G10 ഷെൽവി റിവൈവ് ആവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ റെക്സ് ഫൈറ്റ് അവിടെ ഡൗൺ ആണ്. റെക്സ് ഫൈറ്റിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സോൺ അവിടെ ഫോം ആയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ടീമിലും ഓൾമോസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന എല്ലാ ടീമിനും തന്നെ സോണിലിട്ട് കയറേണ്ടതായിട്ടുണ്ട്. KF ടീമിന്, PX ടീമിന്, LX ടീമിന് എല്ലാം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നിക്സണോപ്പി ഈ പ്രാവശ്യം ഡൗൺ ആയിട്ടുണ്ട്. ഗോഗീത നിക്സനെ റിവൈവ് ചെയ്യാൻ ചെല്ലുന്നതായിരിക്കും. എന്തായാലും റെക്കറിൻ്റെ മനോഹരം ഗോഗീത അവിടെ ഒറ്റയ്ക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നിക്സൻ്റെ അടുത്തേക്ക് എന്തായാലും കയറി ചെല്ലുന്നുണ്ട്. ഗോഗീത നല്ലൊരു ഫ്ലാങ്ക് ചെയ്താണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. നിക്സനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗോഗീത എന്താണ് പോയതെന്ന് അറിയത്തില്ല. എന്തായാലും ഷെൽബിയും റക്കറും ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഗോഗീത ദൂരെ നിന്ന് ഒരു ഫ്ലാങ്ക് ചെയ്ത് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. KWH ആൻഡ് INTയിലെ ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടീം G10ലെ മെമ്പേഴ്സിനെതിരെ സോൺ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. സോൺ എപ്പോഴും വേണമെങ്കിലും ഷെൽബിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോഗീത എന്തായാലും നമ്മുടെ നിക്സനെ റിവൈവ് ചെയ്തിട്ടില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ സോൺ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ KWH ടീമിൻ്റെ അടുത്തേക്ക് പോകാൻ നമ്മൾ KWH ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. KWH INT ടീമുമായിട്ട് ബെർലിൻ അവിടെ ഡൗൺ ആയിട്ട് നിൽക്കാറുണ്ട്. ബെർലിൻ്റെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 20 ഉണ്ട്. അവർ സോണിലേക്ക് പോകാനുള്ളൊരു ശ്രമം തന്നെ KWH. മോട്ടറിൽ നോക്കട്ടെ, മോട്ടറിലൊക്കെ വണ്ടി എടുത്ത് പോകുന്നുണ്ട്. എന്താ സംഭവം? ചാനൊക്കെ കയറി പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു കണ്ടിട്ട്. INT ബെർലിൻ അവിടെ ഡൗൺ ആയിരിക്കുന്ന INT മൂഡൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. എവിടെ മൂടും? ജാമറൊക്കെ അതുവഴി ഓട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
INT മൂഡ് KWH മോട്ടൽ അവിടെ എത്തിയിട്ടുണ്ട്. INT ജാമറിനൊക്കെ നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം INT വേഴ്സ് KWH ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KWHലെ മോട്ടൽ ഡൗൺ ആയിട്ടുണ്ട്. KWHലെ ക്രോണോസ് ഡൗൺ ആയിട്ടുണ്ട്. തൊട്ടടുത്ത് KWH ചാൻ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ചാൻ അവിടെ എത്തിയിട്ടുണ്ട്. ചാൻ അവിടെ സ്പോട്ട് ചെയ്ത് KWHന് ആദ്യം തന്നെ അവരവരുടെ മെമ്പേഴ്സിനെ നഷ്ടപ്പെടുന്നു. റെഡ് ഹുഡ് കയറി വരുന്നുണ്ടായിരുന്നു. INT മൂഡിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. INT ജാമർ അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്നു. INT മൂഡിൻ്റെ ഇൻസ്റ്റൽ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. INT ജാമർ അവിടെ ചാൻ അവിടെ ക്രോണോസിനെ റിവൈവ് ചെയ്യാനായിട്ട് ചെല്ലുന്നുണ്ട്. ബ്രോ പ്ലേസ് എവിടെയാണ്? എൻ്റെ പ്ലേസ് പത്തനംതിട്ട. ഇപ്പോൾ തൽക്കാലം ഡൽഹിയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ KWH ചാനാണ്. ബ്ലൈൻഡിലെ സീനിയർ XP അവിടെ സുപ്രീം ടോമറിനുണ്ട്. അപ്പോൾ ബ്ലൈൻഡിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബ്ലൈൻഡ് ആൻഡ് PA ടീമിൻ്റെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ബ്ലൈൻഡ് സീനിയർ XP അവിടെ സുപ്രീം ടോമറിനെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് സീനെന്ന് അറിയത്തില്ല. ഈ ഹാങ് ആയോ? യെസ്, ഐ തിങ്ക് ഇറ്റ്സ് ഹാങ്. അനങ്ങുന്നില്ല. എന്തായാലും ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഓട്ടം തിരിച്ചു വരാം നമുക്ക്. അപ്പോഴത്തേക്ക് ജസ്റ്റ് ഹോൾഡ് ഓൺ പറയുന്നുണ്ട്. എൻ്റെ പേര് മനു എന്നാണ്. എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാച്ച് എന്തായാലും റീസ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആണ്. ചേട്ടൻ PC ആണ് സ്ട്രീം ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈഗിൾ വൈറ്റ് നമ്മൾ മനോഹരമായിട്ടുള്ള സപ്പോർട്ടാണ് നമുക്ക് അവിടെ തന്നുകൊണ്ടിരിക്കുന്നത്. കമൻറ്റ് സെക്ഷൻ നിറച്ച് ഈഗിളിൻ്റെ കമൻസ് ആണ്. താങ്ക് യു ഈഗിൾ. അപ്പോൾ വളരെ സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ. നമ്മൾ മാച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ മാച്ചിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവം എന്ന് നോക്കട്ടെ. എന്തായി സംഭവങ്ങൾ, വികാസങ്ങൾ എവിടെ എത്തി എന്ന് നോക്കട്ടെ. അപ്പോൾ ഈഗിൾ വൈറ്റ് കൂട്ടുകാരോടും പറയുക, നമ്മുടെ ചാനൽ ഇതുകൊണ്ടൊരു ചാനലുണ്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കൂട്ടുകാരോട് ഒന്ന് പറയുക. നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഒന്ന് അറിയിക്കുക. നിങ്ങളുടെ ക്ലാനിലുള്ള മെമ്പേഴ്സിനെ അറിയിക്കുക. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് വേണ്ടി. അപ്പോൾ നമ്മളെത്തിയിരിക്കുകയാണ് മാച്ചിൽ. WRT ട്രൈമോസ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. സോൺ ഇത്ര പെട്ടെന്ന് ഇത്ര ഷ്രിങ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പോയി കയറി വന്നപ്പോഴത്തേക്ക് ഇത്രയും ഷ്രിങ്കിങ് നടന്നിട്ടുണ്ട്. ബ്ലൈൻഡ് ആൻഡ് PXൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. സീനിയർ XPനെ നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെ നിന്ന് ഹാങ് ആയിപ്പോയത്. ബ്ലൈൻഡ് വൂൾഫ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. WRT സ്പിന്നർ അവിടെ ബ്ലൈൻഡ് വൂൾഫിനെ ഇൻസ്റ്റൻ്റായിട്ട് കില്ല് ചെയ്തിട്ടുണ്ട്. ബ്ലൈൻഡ് ടീം ആൻഡ് WRT തമ്മിലുള്ള ഫൈറ്റാണ്. ബ്ലൈൻഡ് സീനിയർ XP അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചു ബ്ലൈൻഡ് വില്യംസ് WRT ആക്മാനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്പിന്നറും ഗെയിമറും എല്ലാം അവിടെ കയറി ചെല്ലുന്നുണ്ട്. ആക്മാൻ നല്ല റൊട്ടേഷൻ എടുത്തായിരുന്നു. എന്നിട്ട് സീനിയർ XP അവിടെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രൈമോസ് എല്ലാം സീനിയർ XPക്ക് അടുത്തേക്ക് ഗെയിമറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ട്രൈമോസും സ്പിന്നറും ഒരുമിച്ച് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു സീനിയർ XPക്ക് അടുത്തേക്ക്. അപ്പോൾ ട്രൈമോസ് സീനിയർ XPനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ബ്ലൈൻഡ് വില്യംസ് ആൻഡ് ആക്മയുടെ ഫൈറ്റ് അവിടെ നടക്കുന്നത്. ബ്ലൈൻഡ് വില്യംസ് നല്ലൊരു ബാക്കിലാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൈൻഡ് വേഴ്സ് WRTൻ്റെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം നോക്കുകയാണെങ്കിൽ വേറെ ടീമുകൾ തമ്മിലുള്ള ഫൈറ്റുകളൊന്നും നടക്കുന്നില്ല. 17 ടീമുകളിലായിട്ട് 49 മെമ്പേഴ്സ് ലൈവാണ്. ബാക്കി മെമ്പേഴ്സ് എല്ലാം സോണിൽ കയറിയോ. PXലെ മെമ്പേഴ്സ് സോണിൽ കയറേണ്ട. DC ഗുഗീത്ത അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഗുഗീത്ത എന്തായാലും അവിടെ രക്ഷപ്പെട്ടു. ബ്ലൈൻഡ് വില്യംസ് അവിടെ ഒരു മെമ്പേഴ്സ് WRT ആക്മേനെ വീണ്ടും ഡൗൺ ചെയ്തിട്ടുണ്ട്, ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പിന്നർ ആൻഡ് ട്രൈമോസ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു വില്യംസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ തൊട്ടടുത്ത് അവർ ട്രൈമോസിനെ സ്പിന്നറും തമ്മിൽ സ്പിന്നർ നെഞ്ചും പിരിച്ചാണ് കയറി ചെല്ലുന്നത്. ഒരു രക്ഷയില്ല. സ്പിന്നർ അവിടെ നിന്ന് ചീറിപ്പാഞ്ഞ് ഫൈറ്റ് എടുക്കാൻ സ്പിന്നറിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വില്യംസ് ഓൾമോസ്റ്റ് തീർന്നു എന്ന് പറയാം. വില്യംസ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ 1 HP സ്പിന്നർ കൊണ്ടുപോയിരിക്കുകയാണ് ആ ഫൈറ്റ്. നെക്സ്റ്റ് നോക്കുമ്പോൾ അടുത്ത ഫൈറ്റ് എവിടെയെങ്കിലും നടക്കുന്നുണ്ട്. ബ്രൂട്ടൽ ടീം ലൈവാണ്. LSD ടീം ലൈവായിട്ടാണ്. M80 ഉണ്ട്, ഗ്രൗണ്ട് 0 ഉണ്ട്, അതേപോലെ ZRM ഉണ്ട്, നമ്മുടെ വാർഗോഡ് ടീമുണ്ട്. ഹസിക്സ് അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഹസിക്സ് ടീം നമ്പർ പാർക്കർ DR എല്ലാം അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. DR ടീം അവിടെ ഫൈറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. DRലെ മെമ്പേഴ്സ് അവിടെ WRT സ്പിന്നറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്പിന്നറിനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ കില്ല് കൊടുക്കാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ട്. DRലെ മെമ്പേഴ്സാണ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. DR ടീം മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. സ്കൂബി, കെസിക്സ് ആൻഡ് ലിങ്ക്സ് അവിടെ കയറി ചെല്ലാൻ ചാൻസ് ഉണ്ട്. അപ്പം ട്രൈമോസ് അവിടെ റിവൈവ് ചെയ്യാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ വണ്ടി എടുത്ത് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പാർക്കർ, ലിങ്ക്സ് എല്ലാം. അപ്പോൾ ഇത് ദൂരെ കൂടെ ലിങ്ക്സൊക്കെ അവിടെ കയറി ചെല്ലുന്നുണ്ട്.
ട്രൈമോസ് അവിടെ കയറി ചെല്ലുന്നുണ്ട്, ഖസിക്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അതേപോലെ LX ഹൂളിഗൻ അവിടെ വാർഗോഡ് ലെവൻഡറിനെ ഡൗൺ ചെയ്യുന്നുണ്ട്. ഷോ PX എന്ന് പറയുന്നുണ്ട്. PX ടീം സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോകുകയാണെങ്കിൽ വാർഗോഡ് മെമ്പേഴ്സ് അവിടെ LX ടീമുമായിട്ട് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. LX മേനിയാക്ക് അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഹൂളിഗൻ അവിടെ ഡൗൺ ആണ്, ലെവൻഡർ അവിടെ ഡൗൺ ആണ്. വാർഗോഡ് ടീം അവിടെ LXനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർഗോഡ് ടീം ലെവൻഡറിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് തൊട്ടടുത്തൊന്നും വേറെ ടീമിനെ കാണുന്നില്ല. ഷോ PX എന്ന് പറയുന്നുണ്ട്. PX അവസാനം എന്ത് ചെയ്യും? അവസാനം എവിടെ? PXലെ മെമ്പേഴ്സ് സോണിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പം അവർ സോണിൻ്റെ തൊട്ടടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. DR ട്രൈമോസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റൻ്റായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. BSWKയിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. BSW മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ട് ഡൂഡ് PX മനോഹരമായിട്ട് തന്നെ D3 ആയിരുന്നു, അത് ഏതാണോ മെമ്പറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. പങ്ക് PX അപ്പുറത്തൂടെ കയറി ചെല്ലുന്നുണ്ട്. തൊട്ടടുത്ത് നിന്ന് നമ്മുടെ ഡ്യൂഡ് PX മനോഹരമായിട്ട് ഹീലിംഗ് ഒന്നും വേണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. എന്തായാലും സ്പോട്ട് ചെയ്തു. ഓഹോ, ഡൗൺ ഡ്രോപ്പ് ഷോട്ടൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. എന്തായാലും അവർ നമ്മുടെ ടീമിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സോറി ഗൈസ്, ഇന്ന് പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, തൊണ്ടയ്ക്ക് അല്പം പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ സോൺ വീണ്ടും എക്സ്ട്രീം റൈറ്റിലേക്ക് ഒരു ഷിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പം 1 2 3 4 5 6 ടീമുകളാണ് സോണിലുള്ളത്. KF ടീമിന് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്, വാർഗോഡിന് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്, PX ടീം സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അതേപോലെ ക്രേസി ടീം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്, G10ലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ DR ടീം അവിടെ സോണിലേക്ക് കയറി ചെന്നിരിക്കുന്നു. KWSലെ 2 മെമ്പേഴ്സ് ഇപ്പോഴും അലൈവ്, ക്രോണോസ് ആൻഡ് റെഡ്വുഡ് അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. KWSലെ എങ്ങനെ വന്നാലും 2 മെമ്പേഴ്സ് എപ്പോഴും അലൈവ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി മെമ്പേഴ്സ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ ഷോട്ടുകളായിരുന്നു അവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. എന്തായാലും നമ്മുടെ ഡ്യൂഡ് PX എന്തായാലും മനോഹരമായ ഷോട്ടുകളായിരുന്നു. ടീം ക്രേസിയിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. പങ്ക് PX അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഡ്യൂഡ് PXൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ കൂടെ നോക്കുകയാണെങ്കിൽ അവർ സോണിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണേലും അവർക്ക് ഫ്രണ്ടിൽ കൂടെ ഒരു അടി വരാൻ ചാൻസ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വാർഗോഡിൻ്റെ ടീമായിരുന്നെന്ന് തോന്നുന്നു, നോക്കട്ടെ. യെസ്, പങ്ക് PX എത്തിക്കുന്നതിൻ്റെ അടുത്ത് വാർഗോഡിൻ്റെ ടീമാണ്. പങ്ക് PXനെ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ തൊട്ട് അടുത്ത് വാർഗോഡിലെ മെമ്പേഴ്സ് ഉണ്ട്. വാർഗോഡ് ഇപ്പോൾ വേണമെങ്കിലും ഫയർ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. യെസ്, ഞാൻ പറഞ്ഞ മാതിരി തന്നെ വാർഗോഡ് അവിടെ ഫൈറ്റ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. KFലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് അടുത്ത് അവർ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. KF പ്രഡേറ്ററൊക്കെ മുന്നിൽ കൂടെ പോകുന്നുണ്ട്. KF പ്രഡേറ്ററിൻ്റെ അടുത്തേക്ക് കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. അവർ തമ്മിലുള്ള ഫൈറ്റ് വേണമെങ്കിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ KF ഒഴിവായി പോയിട്ടുണ്ട്. എന്തായാലും അവിടുന്ന് അവിടെ പങ്ക് PX നല്ല ഓട്ടം ഓടുന്നുണ്ട്. അവിടെ ZRMൻ്റെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. ZRM ടീം മെമ്പേഴ്സ് ആർക്കെതിരെ ഫയർ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും അവിടെ സ്പ്രേ ഒക്കെ കണ്ടായിരുന്നു. അപ്പം ലെവൽ 3 ബാഗൊക്കെ എടുത്ത് റിസെറ്റായിട്ട് നിൽക്കുകയാണ് അവിടെ. പ്ലീസ് ബ്രോ എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈഗിൾ വൈറ്റി എന്താണ് പറയേണ്ടത്? പ്ലീസ് ബ്രോ എന്താണ് ഈഗിൾ ഗെയിമിംഗ് വൈറ്റിക്ക് സ്പെഷ്യൽ ഷൗട്ട് ഔട്ട് വീണ്ടും ഞാൻ കൊടുത്തേക്കുകയാണ്. ഇപ്പോൾ വാർഗോഡിലെ മെമ്പേഴ്സിനെല്ലാം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ZRMലെ മെമ്പേഴ്സ് അവരെ കാണിക്കാനെന്ന് തോന്നുന്നു എന്തായാലും ഫൈറ്റ് എടുക്കുന്നു. G10ലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ഈഗിൾ വൈറ്റ് എന്താണ് പറയാനുള്ളതെന്ന് പറയുക. എന്തായാലും ഇപ്പോൾ DC ഗോഗിത്ത ഇപ്പോഴും സോണിൽ കയറേണ്ടേ ഉള്ളൂ. ആശാൻ്റെ ഹെൽത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഹെൽത്തൊക്കെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. വണ്ടി ഓടിച്ചെത്തുന്നേ ഉള്ളൂ. നമ്മുടെ DR ടീം എത്തുന്നുണ്ട്. DR ടീമിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ DR ടീം ഇപ്പോൾ വേണമെങ്കിൽ ഒരു ഫൈറ്റ് എടുക്കാം. KWSലെ മെമ്പേഴ്സുമായിട്ട് ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. നോക്കുകയാണെങ്കിൽ KWS ചാൻ ക്രോണോസ് റെഡ്വുഡ് അവിടെ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഖസിക്സ് അവിടെ ഇപ്പോൾ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. KWS ചാൻ ലിങ്ക്സും എല്ലാം അവിടെ ഫൈറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. തൊട്ടടുത്ത് പാർക്കർ DR അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ സ്കൂബി DR നല്ലൊരു ദൂരെയുള്ള പൊസിഷനിൽ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. KWS ടീമിന് അവിടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുവാ നമ്മുടെ ഫ്ലയർ ഡ്രോപ്പ് ഒക്കെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. അതോടൊപ്പം ഡ്യൂഡ് PX അവിടെ വാർഗോഡ് സാംസനെ അവസാനം ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാർഗോഡ് ടീമുമായിട്ടുള്ള ഫൈറ്റിൽ PX ടീം ഏർപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ KWS ടീം ആൻഡ് DR ടീമിൻ്റെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ ദൂരെ നിന്ന് ചാൻ നല്ല താങ്ങ് കിട്ടുന്നുണ്ട്. അപ്പം നമ്മുടെ ഡ്യൂഡ് ടീം വാർഗോഡിൽ സോൺ വീണ്ടും ഷിഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ടീം ക്രേസിയിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. ക്രേസിയിലെ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ക്രോണോസ് ഇപ്പോൾ ചാൻ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് DR ടീം ആൻഡ് KWS ടീം. ചാൻ അവിടെ ഹീലപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. ജസ്റ്റ് വീണ്ടും വാർഗോഡിൻ്റെ ഫൈറ്റിലേക്ക് നോക്കുന്നത്. മിയാദ് അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ബ്രൂട്ടൽ ഫ്ലെയിം അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. സോണിന് വെളിയിൽ നിന്നാണ് ഇപ്പോഴും അവർ നിൽക്കുന്നതെന്നുള്ളത് മനസ്സിലാവാത്തത്. എന്തായാലും അതിൻ്റെ റീസണാണ് നമുക്ക് മനസ്സിലാവാത്തത്. അപ്പം പങ്ക് PXനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു വാർഗോഡിലെ മെമ്പേഴ്സ്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് KF ടീമിലെ മെമ്പേഴ്സ് ഉണ്ട്. ആരാണ് ഈ ഫയർ എടുക്കുന്നത്? ടീം നമ്പർ
ബ്രൂട്ടലിലെ മെമ്പേഴ്സിനെ നോക്കാം. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ മാക്സിമം ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. PXലെ സ്കോച്ചാന്ന് തോന്നുന്നു അവിടെ ഉള്ളത്. സ്കോച്ചിന് നല്ല ഡാമേജ് കൊടുക്കേണ്ടി. സ്കോച്ചിൻ്റെ അടുത്തിനെ മോളിയൊക്കെ എടുത്തെറിയുന്നുണ്ടായിരുന്നു. തൊട്ട് ബ്രൂട്ടൽ റെഡ് ഗോൾ ഡ്യൂഡ് PXനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. സ്കോച്ച് മാത്രം ബാക്കി നിൽക്കുക. ബ്രൂട്ടൽ ഫ്രെയിമിൻ്റെ അടുത്ത് കയറി ചെന്നുകൊണ്ടിരിക്കുക. ബ്രൂട്ടൽ ഫ്രെയിം അവിടെ സ്കോച്ചിനെയും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ PX ടീം അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡൗൺ ആയിട്ടുണ്ട്. DEC എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. DEC വൈപ്പർ ഇട്ടിട്ടുണ്ട്. DEC ഗോഗീത്ത മാത്രമേ ഉള്ളൂ. ഗോഗീത്ത കയറി ചെല്ലുന്നുണ്ട്. KWS റെഡ് ഹുഡ് ഇപ്പം ഒരു മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. DR ടീമിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അവരുടെ ഫൈറ്റ് എന്തോ ആയെന്ന് നോക്കട്ടെ. ലിങ്ക്സ് അവിടെ ഡൗൺ ആണ്. KWS സ്റ്റാൻഡ് അടുത്തേക്ക് നോക്കുവാണെങ്കിൽ ലിങ്ക്സ് അവിടെ ഡൗൺ ആണ്. സ്കൂബി കയറി ചെന്നിട്ടുണ്ട്. ഖസിക്സ് അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ഖസിക്സ് അവിടെ കയറി ചെന്നുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് തന്നെ റെഡ് ഹുഡ് അവിടെ നല്ല മോളിയൊക്കെ എറിഞ്ഞ് നല്ല സ്പോട്ട് ചെയ്ത് വെച്ചേക്കാണ്. ദൂരെ നിന്ന് ആരാണ് ഫയർ എടുക്കുന്നത്. DEC ഗോഗീത്ത അവിടെ കയറി ചെന്നിട്ട് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ തേർഡ് പാർട്ടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാക്സിമം തേർഡ് പാർട്ടി കിൽസ് എടുക്കാൻ ശ്രമിക്കുകയാണ്. DEC വൈപ്പർ അവിടെ എത്തുന്നുണ്ട്. DEC ഗോഗീത്തയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൂരെ നിന്ന് ഗ്രൗണ്ട് സീറോയിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ്. ഗോഗീത്തയ്ക്ക് നല്ല ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഗോഗീത്തയുടെ അടുത്തേക്ക് പോകണമെങ്കിൽ ഗോഗീത്ത ക്രീം ക്രേസിയുടെ അടുത്ത് നിന്ന് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടീം ക്രേസിയിലെ മെമ്പേഴ്സ് സ്പോട്ട് ചെയ്ത് DEC ഗോഗീത്തനെ ക്രേസി മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അതായിരുന്നു ഇന്ന് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ബാക്കി നോക്കുവാണെങ്കിൽ ടീം നമ്പർ മാഡ് മാക്സിലെ മെമ്പേഴ്സ് ദൂരെ നിന്ന് എനിക്ക് തോന്നുന്നു ഖസിക്സിനെതിരെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. വണ്ടി പൊട്ടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു മാഡ് മാക്സിലെ മെമ്പേഴ്സ്. ഹോഗ് റൈഡർ GC ഖസിക്സ് ഡോക്ടറിനെ എന്തായാലും അവസാനം ഡൗൺ ചെയ്തിട്ടുണ്ട്. ദൂരെ നിന്നുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ഫൈറ്റ് എന്തുവായെന്നറിയാം. ടീം നമ്പർ 22 അവിടെ KWS ടീം അവിടുന്ന് എന്തായാലും വിഡ്രോ ചെയ്ത് പോയിട്ടുണ്ട്. KWS ടീം സോണിൽ കയറാനുള്ള പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോൺ നോക്കുവാണെങ്കിൽ സോണിലേക്ക് ക്രേസി ടീം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MYT ടീമുണ്ട്. G10ലെ മെമ്പേഴ്സിൻ്റെ അടുത്തേക്കാണ് കയറി ചെന്നുകൊണ്ടിരിക്കുന്നത് KWS ടീം മെമ്പേഴ്സ് എന്ന് പറയാം. തൊട്ടടുത്ത് നോക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലാണ് നിൽക്കുന്നത്. ഷെൽബിയൊക്കെ അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. ഒരു പൊസിഷൻ, ഒരു കോമ്പൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ബാക്കി 11 ടീമുകളിലായിട്ട് 33 മെമ്പേഴ്സാണ് ലൈവ് ആയിട്ടുള്ളത്. 11 ടീമുകളിൽ 33 മെമ്പേഴ്സ് ലൈവ് ആയിട്ടുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ബ്രൂട്ടലിലെ മെമ്പേഴ്സ് വീണ്ടും ടീം നമ്പർ 7-മായിട്ടാണ് തോന്നുന്നു ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നത്. LSDയിലെ മെമ്പേഴ്സ് അവിടെ എത്തിയിട്ടുണ്ട്. LSDയിലെ മെമ്പേഴ്സ് LSD റേഞ്ച് അവിടെ ബ്രൂട്ടൽ വോൾഫിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. തോർ LSD അവിടെ ബ്രൂട്ടൽ വോൾഫിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതാണ് ബ്രൂട്ടൽ ഫ്ലെയിം കയറി ചെന്നുകൊണ്ടിരിക്കുന്നത്. ഫ്ലെയിം ഒറ്റയ്ക്ക് കയറി പുഷ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KF പ്രെഡേറ്റർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. വാർഗോഡ് സാംസൺ KF ഇൻസൈനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ZRM ക്യാപ്റ്റൻ വാർഗോഡ് സാംസനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതുമാതിരി തോറിൻ്റെ ഫൈറ്റ് ഇവിടെ LSD ടീമിൻ്റെ ഫൈറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്രൂട്ടലുമായിട്ട്. അപ്പോൾ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ബ്രൂട്ടലിലെ ബാക്കി മെമ്പർ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നെന്ന് തോന്നുന്നു. ബ്രൂട്ടൽ റെഡ് റോഗ് അവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ 3 vs 2 സിറ്റുവേഷനാണ്. അതല്ല, ബ്രൂട്ടലിലെ 3 മെമ്പേഴ്സ് ഉണ്ട് ലൈവ്. എന്തായാലും ഹോഗ്രൈഡ് അവിടെ ക്രേസിയിലെ മെമ്പറിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ PUBG കളിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ് ബ്രോ, തീർച്ചയായിട്ടും കളിക്കാമല്ലോ. ക്രേസിയിലെ മെമ്പേഴ്സ് ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. KF മെമ്പേഴ്സായിട്ട് KF ആണോ ഗ്രൗണ്ട് സീറോ ആണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഗ്രൗണ്ട് സീറോ ആയെന്ന് തോന്നുന്നു. കണ്ടിട്ട് എന്ത് ചെയ്യും. ഇപ്പോൾ മാഡ്മാക്സ് GC ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മാഡ്മാക്സ് GC അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ZRM മെമ്പേഴ്സ് അവിടെ നിന്ന് തേർഡ് പാർട്ടി എടുക്കുന്നുണ്ട്. ക്രേസി ടീം ഗ്രൗണ്ട് സീറോയിലെ ഒരു മെമ്പർ മാഡ്മാക്സിനെ ഇട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രേസി അവിടെ ഏരീസ് റിവൈവ് ആയിട്ടുണ്ട്. ഏരീസിന് റിവൈവ് ആയിട്ടുണ്ട്. നമ്മുടെ DR ടീമിലെ സ്കൂബി ആൻഡ് ഖസിക്സ് ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 11 ടീമുകളിലായിട്ട് 29 മെമ്പേഴ്സ് ഇപ്പോഴും ലൈവ് ഉണ്ട്. പ്ലേ സോണിൽ പെട്ട് G10 ട്രക്കർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സോൺ ഒന്ന് എക്സ്ട്രീമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. ട്രിവാനോ ലക്ഷ്യമാക്കി ചുരുങ്ങിയിട്ടുണ്ട്. വാർഗോഡിലെ മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് ചെയ്തിരിക്കുന്നു. വാർഗോഡ് കിൽറാറ്റൊക്കെ അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ZRM ടീമിൻ്റെ അടുത്തേക്ക് അടുത്തുകൂടാന്ന് തോന്നുന്നു. ZRM റീപ്പ് അവിടെ ഡൗൺ ആണ്. ZRM ക്യാപ്റ്റൻ അവിടെ നിന്ന് ഫയർ കൊടുക്കുന്നുണ്ട്. വാർഗോഡ് ലെവൻറ്റർ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. കിൽറാറ്റ് അവിടെ ടീം ചെയ്യാതെ അവിടെ കയറി ചെല്ലുന്നുണ്ട്.
ഈ ടീം ഞാൻ നല്ലൊരു സ്പോട്ടിൽ കൂടെ കയറി ചെല്ലുന്നുണ്ട്. ബാക്കി സാംസണെ ആൻഡ് ലെവൻഡറിനെ അവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. റീപ്പിൻ്റെ അടുത്തേക്ക് റീപ്പിനെ റിവൈവ് ചെയ്യാൻ ജഡാറും അല്ലെ 0 കയറി ചെല്ലുന്നുണ്ടായിരുന്നു. വാർഡ്രോഡ് കിൽറാറ്റ് ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഒരു നേട് കാര്യങ്ങളൊന്നുമില്ല. കിൽറാറ്റിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ടീം യാത് മാത്രമേ ഉള്ളൂ. അവർക്ക് ജഡാറാം മോഹിനെ സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജഡാറാം ടീമിൻ്റെ അടുത്തേക്ക് കയറി റഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ടീം യാത് സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ഡൗൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ജഡാറാം മോഹ് അവിടെ ഓടി നടക്കുന്നു. വൈപ്പർ സർ എന്ന് പറയുന്നുണ്ട്. ടീം മൈറ്റി സ്ലോട്ട് 2 എലൈവ് ആണോ? യു നോ ബ്രോ, സ്ലോട്ട് 2 എലൈവ്. യെസ്, MIT ടീം ഇപ്പോഴും എലൈവ് ആണ്. MIT ടീമിന് ഇത്ര നേരം സീനി കാണുന്നില്ലായിരുന്നു. എന്തായാലും MIT റൗഡി 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നവർ എല്ലാം എലൈവിലാണ്. സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ KWS ടീം അവിടെ സോണിലോട്ട് കയറിയിട്ടുണ്ട്. MIT ടീം അവിടെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ടീം അവിടെ ഫയർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഈ ടീം അവിടെ ഓരോരോ മെമ്പറിനെ ആയിട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടീം ഒറ്റയ്ക്ക് കയറി പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ടീം അടുത്ത് അവസാനം ടീം അതിനെ സ്പോട്ട് ചെയ്തു. 1vs4 സിറ്റുവേഷൻ. ആശാൻ എത്ര ശ്രമിച്ചാലും നടക്കില്ല എന്ന് തോന്നി. നമ്മുടെ ടീം നമ്പർ 22 അവിടെ സോണിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ടീം ക്രേസി അവിടെ ബാക്കിൽ കൂടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. MIT ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. KWS ടീം ഒരു സോൺ എടുത്തിട്ടുണ്ട്. ബ്രൂട്ടൽ ടീം അവിടെ ഒരു കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. G10 റക്കർ ആൻഡ് ഷെൽബി അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്തിട്ടുണ്ട്. റക്കർ അവിടെ സോണിൽ. വൈപ്പർ സർ ബിഗ് ഫാൻ എന്ന് പറയുന്നുണ്ട്. ഈഗിൾ ഗെയിമിംഗ് ടീം മൈറ്റി അവിടെ എത്തിയിട്ടുണ്ട്. G10 ഷെൽബിക്ക് അത്യാവശ്യം നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിപ്പുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലോസിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ടീം നമ്പർ ക്രേസിക്ക് അവിടെ സോണിൽ കയറാൻ. ടീം നമ്പർ 2 MIT G10 ഷെൽവിനെ സ്പോട്ട് ചെയ്ത് ഫയർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗ്രോസ വെച്ചുള്ള സ്പ്രേ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. MIT റൗഡി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. MIT ഫെലോ അവിടെ വെച്ച് G10 ഷെൽവിനെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഷെൽവി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. റക്കർ അവിടെ കയറി വരുന്നുണ്ട്. റക്കറും ഷാരും തമ്മിലുള്ള ഫൈറ്റ് അപ്പോൾ വേണമെങ്കിൽ നടക്കാം. റക്കർ അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. MIT ഷാരുവിനെ അവിടെ നോക്കുവാണെങ്കിൽ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായാലും ഖസിക്സ് ഡോക്ടർ അവിടെ നിന്ന് തേർഡ് പാർട്ടി എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. KWS ആൻഡ് ബ്രൂട്ടലിൻ്റെ ഫൈറ്റ് നടക്കുന്നു. അതേടൊക്കെ DRൻ്റെ ക്രേസിയുടെ ഫൈറ്റ് അവിടെ നടക്കുന്നു. ജഡാറാമിൻ്റെ ഫൈറ്റ് അവിടെ നടക്കുന്നു. സ്കൂബി DR മാത്രമേ ബാലൻസ് ഉള്ളൂ. നമ്മുടെ ടീം ക്രേസി ഇപ്പോഴും സൈക്ക് അവിടെ ഓടി നടക്കുകയാണ്. എന്താണ് ഈ സീൻ? ജഡാറാം മോഹ് അവിടെ റീപ്പിനെ റിവൈവ് ചെയ്യാൻ ചെന്നുകൊണ്ടിരിക്കുന്നു. സ്കൂബി ഡോക്ടർ ഇപ്പോഴും ഒരു പൊസിഷനിൽ നിൽക്കുന്നു. അപ്പോൾ ജഡാറാം ടീം മെമ്പേഴ്സിനെതിരെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. സ്കൂബി DR ക്രീം ക്രേസിൽ ഏരീസിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ക്രേറ്റോസിനെ ഡൗൺ ക്രിപ്റ്റോനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ സോണിൻ്റെ ഡാമേജ് അവർക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സ്കൂബി DR കയറിക്കുന്നു. സൈക്ക് അവിടെ കയറി വരുന്നുണ്ട്. ജഡാറാം മോഹ് സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മോഹിനെ സ്പോട്ട് ചെയ്ത് ക്രേസിക്ക് നല്ല ഡാമേജ് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ക്രേസി അവിടെ ഓടി ചെല്ലുന്നുണ്ട്. ക്രേസിനെ വീണ്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ക്രേസി ആൻഡ് ഇവരും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. സ്കൂബിയും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നു. അതെന്തായാലും ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അവസാനം DR മെമ്പർ അവിടെ ഫൈറ്റ് എടുത്തിട്ടുണ്ട്. ബാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ ജഡാറാം 0 അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ജഡാറാം 0നെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. KFലെ കുപ്പി ആൻഡ് പ്രഡേറ്റർ ശേഷിക്കുന്നു. ബ്രൂട്ടൽ ടീം അവിടെ ഫൈറ്റ് എടുക്കുന്നു. ആരുമായിട്ടാണ്? KWS ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. KF പ്രഡേറ്റർ എല്ലാം അവിടെ സോൺ നോക്കുവാണെങ്കിൽ സോണിൻ്റെ അടുത്തേക്ക് ഒരു ഷിംബേഴ്സാണ് ലൈവ്. MIT ഫെലോ ഇപ്പോഴും അവിടെ ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഒരു കോമ്പൗണ്ട്. ബ്രൂട്ടൽ ടീമിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. MIT ഷാരു അവിടെ സ്പോട്ട് ചെയ്തായിരുന്നു. സ്കൂബി ഡോക്ടറിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്ത് ഫിനിഷ് ചെയ്ത് കോൺസ്റ്റൻ്റായിട്ട് തന്നെ കില്ലും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബ്രൂട്ടൽ വൂൾഫിനെ അവിടെ സ്പോട്ട് ചെയ്ത് MIT ഫെലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രൂട്ടൽ റൈസൻ ഇപ്പോഴും കോമ്പൗണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. KF പ്രഡേറ്റർ അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. MIT ഫെലോയ്ക്ക് നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ബ്രൂട്ടൽ റൈസൻ്റെ അടുത്തേക്ക് കയറി ചെല്ലേണ്ടതുണ്ട്. ബ്രൂട്ടൽ റൈസൻ MIT ഫെലോനെ ഡൗൺ ചെയ്തു. അപ്പോൾ ബ്രൂട്ടൽ റൈസൻ സോണിൽ കയറാൻ ശ്രമിക്കുമ്പോൾ ഷാരു അവിടെ ബാക്കിൽ നിന്ന് തേർഡ് പാർട്ടി അടിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും KF പ്രഡേറ്ററിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം നോക്കുവാണെങ്കിൽ ജഡാറാം ടീം നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. ജഡാറാം ടീമിനെ നോക്കുവാണെങ്കിൽ ഷാരുവിന് അത്യാവശ്യം നല്ല ഡാമേജ് കിട്ടുന്നുണ്ട്. ഒന്ന് ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. MK14 വെച്ചുള്ള സ്പ്രേ ഒക്കെ കൊടുക്കുന്നുണ്ട്. KF കുപ്പിയൊക്കെ അവിടെ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ജഡാറാം റീപ്പിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ജഡാറാം റീപ്പ് അവിടെ എനിക്കൊന്ന് സോണിൻ്റെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. സോണിലേക്ക് നോക്കുകയാണെങ്കിൽ സോണിൽ കയറിയിട്ടുണ്ട്. റീപ്പ് അവിടെ ബ്രൂട്ടൽ റൈസൻ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. മോഹുവിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് മോഹുവിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ KFലെ മെമ്പേഴ്സ്. എന്തായാലും നമുക്ക് 3 പേരെയും സ്ലോട്ട് നമുക്ക് വിഷനുള്ളിലാക്കിയിട്ടുണ്ട്. എന്തായാലും KFലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ. ബ്രൂട്ടലിന് നല്ലൊരു കോമ്പൗണ്ട് ഉണ്ട് ഹോൾഡ് ചെയ്യാൻ. അതോടൊപ്പം ജഡാറാം മോഹു അത്യാവശ്യം ബ്രൂട്ടൽ റൈസൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൂട്ടൽ റൈസൻ ഓരോരോ മെമ്പേഴ്സിനായിട്ട് ഫിനിഷ് ചെയ്തപ്പോൾ 2 ടീമുകളിലായിട്ട് 3 പേരാണ് ലൈവായിട്ടുള്ളത്. ബ്രൂട്ടൽ ആൻഡ് KFലെ മെമ്പേഴ്സ്. KF പ്രഡേറ്റർ, KF കുപ്പി, ബ്രൂട്ടൽ റൈസൻ ആണ് ഇപ്പം അവസാനം നിലനിൽക്കുന്ന പ്ലേയേഴ്സ്. അപ്പം അവസാനം 8ാമത്തെ സോണാണ് ഇനി അടുത്ത ഫോം ആകാൻ പോകുന്നത്. 52 സെക്കൻഡിനുള്ളിൽ തീരുമാനമാകുന്നതായിരിക്കും.
അവിടെ KF പ്രെഡേറ്റർ KF കുപ്പി അവിടെ വയ്ക്കുന്നു. ബ്രൂട്ടൽ റൈസൺ അവിടെ നിൽക്കുന്നു. ബ്രൂട്ടൽ റൈസൺ ഇപ്പോഴും കയറി വരാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. അവർ ആ കോമ്പൗണ്ട് ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. KF ടീം സ്മോക്ക് ബോളൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഫൈറ്റ് എടുക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. KF പ്രെഡേറ്ററൊക്കെ അവിടെ സോണിനുള്ളിലേക്ക് കിട്ടുന്നു. BR ഒക്കെ കിടക്കുന്നത് കണ്ടിട്ട് ഓടി ചെല്ലുന്നുണ്ടെന്ന്. അപ്പം ഓപ്പണിൽ കിടന്ന് ഓടുകയാണ് KF പ്രെഡേറ്റർ. റൈസൺ ഇതെല്ലാം സ്പോട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. റൈസനെ നോക്കുകയാണെങ്കിൽ റൈസൺ ഇതെല്ലാം സ്പോട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. BR അടുത്തേക്ക് ആൾ വരുന്നുണ്ടോ, ആൾ ഓടുന്നുണ്ടോ, KF പ്രെഡേറ്റർ എവിടെ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്രൂട്ടൽ റൈസൺ. എന്തായാലും പ്രെഡേറ്ററിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഫയർ കൊടുത്ത് പ്രെഡേറ്ററിനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുപ്പിക്ക് ഈ സമയത്തൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. കുപ്പി അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നുണ്ട് ബ്രൂട്ടൽ റൈസൺ. കുപ്പീനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. KF പ്രെഡേറ്ററിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുപ്പി ഈ സമയം എങ്ങനെ വിനിയോഗിക്കും എന്നറിയത്തില്ല. രണ്ടുപേരും സോണിൻ്റെ എഡ്ജിലാണ്. കുപ്പിനെ നോക്കുകയാണെങ്കിൽ കുപ്പി ഇവിടെ നിന്ന് കുപ്പിയുടെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കാം. സ്മോക്ക് ബോളൊക്കെ ഇട്ട് കയറി ചെല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവനെ റിവൈവ് ചെയ്യാൻ, പ്രെഡേറ്ററിനെ റിവൈവ് ചെയ്യാൻ അവസാന അവസരമാണ്. പ്രെഡേറ്ററിനെ റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ടോ. സ്മോക്ക് ബോളൊക്കെ ഇടുന്നുണ്ട്. മാക്സിമം ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രെഡേറ്റർ എന്തായാലും അവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇൻസ്റ്റൻ്റായിട്ട് തന്നെ. കുപ്പിയും ബ്രൂട്ടലും അവിടെ വെയിറ്റിംഗ് ഫോർ ലാസ്റ്റ് കിൽ. അവസാന കില്ലിന് വേണ്ടി രണ്ടുപേരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. കുപ്പി സ്പോട്ട് ചെയ്യാൻ റൈസനെ സ്പോട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. റൈസൻ അവിടെ നിന്ന് ഓടി കിടക്കുന്നുണ്ട്. അവസാനം എന്താവോ എന്തായാലും അവർ വെയിറ്റ് ചെയ്തിരിക്കാൻ. സോൺ ഒന്ന് അടുത്തേക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. അടുത്ത 9ാമത്തെ സോൺ ഫോം ആവാൻ ചാൻസ് ഉണ്ട്. അടുത്ത ജസ്റ്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ 9ാമത്തെ സോൺ ഫോം ആവുന്നതായിരിക്കും. ലാസ്റ്റ് സോൺ എന്ന് പറയാം. ലാസ്റ്റ് സോൺ ക്ലോസിങ് ചെയ്യുമ്പോൾ 2 മെമ്പേഴ്സിനും ഡിസഡ്വാൻറ്റേജ് ആണ് ഞാൻ കാണുന്നത്. രണ്ടിടത്തു നിന്നും സോണിനുള്ളിലേക്ക് കയറേണ്ടതായിട്ട് വരും. സോൺ ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്ക്. ഇപ്പോൾ സോൺ മൂവിങ് സ്റ്റാർട്ടായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഇല്ല, ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല. ഒരു മോളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് കുപ്പി. എന്ത് വന്നാൽ കുപ്പി അവിടെ നിന്ന് മാക്സിമം ഡാമേജ് കൊടുക്കാൻ ആ BR അവിടെ പൊട്ടിക്കിടന്നില്ലായിരുന്നെങ്കിൽ എന്ത് സൂപ്പർ ഗെയിം എന്ന് പറയുന്നുണ്ട്. ആ BR അവിടെ പൊട്ടിക്കിടന്നില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ എന്ന് എനിക്കറിയത്തില്ല. ഓഹോ, എന്തോ ത്രോ ആയിരുന്നത്, ഒരു രക്ഷയില്ലാത്ത ത്രോ. നല്ല അടിപൊളി ഒരു ഇത്, നല്ല ഡാമേജൊക്കെ കിട്ടിക്കൊണ്ടിരുന്നു. കുപ്പി ഇപ്പോഴും MK14 വെച്ച് ഫയറൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല മനോഹരമായൊരു മോളി ത്രോ ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും നല്ല അടിപൊളിയായിട്ട് നല്ല സ്പോട്ടിൽ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈസൻ ഡാമേജ് ഒന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ സോൺ ലാസ്റ്റ് സോൺ അവിടെ പോകുമ്പോൾ ഹീൽ ബാറ്റിൽ എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ റൈസനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഒറ്റ വെടിക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. എന്തായാലും KF കുപ്പി ഒരു രക്ഷയുണ്ടായില്ല. ഒറ്റ വെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വെടി, ഒന്നും കേട്ടില്ല വേറെ. അപ്പോൾ 2 കിലോട് കൂടി KF ടീം അവിടെ ചിക്കൻ ഡിന്നർ എടുത്തിട്ടുണ്ട്. ബ്രൂട്ടൽ ടീം മനോഹരമായിട്ട് കളിച്ച് 12 കിലോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ 2ാമത്തെ സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാനേ അവർക്ക് സാധിച്ചുള്ളൂ. സെഡാറം ടീം അവിടെ 3ാം സ്ഥാനത്ത്, MYT ടീം 4ാം സ്ഥാനത്ത്, DR ടീം അവിടെ 5ാം സ്ഥാനത്ത്, KWH 6ാം സ്ഥാനത്ത്, 7ാം സ്ഥാനത്ത് 3C ടീമായിരുന്നു. G10 മുമ്പ് 8ാം സ്ഥാനത്ത്, 9ാം സ്ഥാനത്ത് വാർഗോഡ്, 10ാം സ്ഥാനത്ത് ഗ്രൗണ്ട് സീറോ, 11ാം സ്ഥാനത്ത് LSD, 12ാം സ്ഥാനത്ത് DEC,